നമസ്കാരം സുഹൃത്തുക്കളെ. എൻ്റെ വിധി മോശമാണ്, എൻ്റെ തീരുമാനം തെറ്റാണ്, എനിക്ക് ആരും കൂട്ടില്ല, ഈ ലോകം തന്നെ ശരിയല്ല, ഇങ്ങനെയാണ് ആളുകൾ പറയുന്നത്. ഇതെല്ലാം പുറം ലോക കാഴ്ചകളാണ്. ആളുകൾ ഇങ്ങനെ പുറം ലോകത്തെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ നിങ്ങൾക്കറിയാവുന്നതും മറന്നുപോകുന്നതുമായ ഒരു സത്യമുണ്ട്. നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം പുറത്തല്ല, അകത്താണ്. ഒരേ ക്ലാസ്സിലിരുന്ന് പഠിച്ച, ഒരേ വിദ്യാഭ്യാസം നേടിയ രണ്ടു പേരിൽ ഒരാൾ ഉയരങ്ങളിൽ എത്തുകയും മറ്റേയാൾ ഒരു താഴ്ന്ന ജീവിത നിലവാരവുമായി മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? തീവ്രമായ ദേഷ്യം, മുൻകോപം എല്ലാത്തിൻ്റെയും കാരണം നിങ്ങളുടെ പുറമെയല്ല, ഉള്ളിലാണ്. ഒരു ചിരിയായാലും വേദനയായാലും എല്ലാം വരുന്നത് ഉള്ളിൽ നിന്നാണ്. നിങ്ങളുടെ മനസ്സ് ശക്തമായാൽ, അതായത് നിങ്ങളുടെ അകം സ്ട്രോങ് ആയാൽ, പുറമെയും അത് സ്വാധീനിക്കും. എന്താണ് ഉള്ളിലെ മനസ്സ്? അതാണ് ഉപബോധ മനസ്സ് അഥവാ ആത്മനിഷ്ഠ മനസ്സ് എന്ന് പറയുന്നത്. ഏതൊരു മനുഷ്യൻ്റെയും ഉപബോധ മനസ്സ് വളരെ ശക്തമാണ്. എല്ലാവരുടെയും ഉള്ളിലും ഉറങ്ങിക്കിടക്കുന്ന ഒരു ശക്തമായ മനസ്സുണ്ട്. അത്ഭുതകരമായ പ്രവൃത്തികൾ ചെയ്യാനും കഥകൾ രചിക്കാനും നാടകം എഴുതാനും തുടങ്ങിയ എല്ലാത്തരം കഴിവുകളും അടങ്ങിയതാണ് ഈ ഉപബോധ മനസ്സ്. അതിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞവരാണ് ഇന്ന് ഉയരങ്ങൾ കീഴടക്കിയവരിൽ എല്ലാവരും. മനസ്സ് ശാന്തമാകുമ്പോൾ സന്തോഷം താനേ വരുന്നു. അസ്വസ്ഥമായ മനസ്സാണ് ഭയപ്പെടുകയും അതുപോലെ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ പോലും അറിയാതെ ചെയ്തു പോകുന്നതും. ചിലർ പറയാറില്ലേ, ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല, സംഭവിച്ചു പോയതാണ് എന്നൊക്കെ. ഇതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിൻ്റെ വേലക്കാരനായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. മനസ്സിൻ്റെ വേലക്കാരൻ ആകാതെ നിങ്ങൾ മനസ്സിൻ്റെ യജമാനൻ ആയാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാം, സന്തോഷം കണ്ടെത്താം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ വിഷമം, അതോർത്ത് ഉറക്കം നഷ്ടപ്പെടുക തുടങ്ങിയവയൊക്കെ ഉള്ളിലെ മനസ്സ് അസ്വസ്ഥമാണ് എന്നതിൻ്റെ തെളിവാണ്. നമ്മുടെ യഥാർത്ഥ കഴിവും സാധ്യതകളും ഒളിഞ്ഞിരിക്കുന്ന ഈ സ്ഥലത്താണ് നിങ്ങൾ ഭയം, ഉത്കണ്ഠ തുടങ്ങിയ കാര്യങ്ങൾ കയറ്റി മൂടി വച്ചിരിക്കുന്നത്. ഈ മാറാല നമുക്ക് തുടച്ചു മാറ്റിയാൽ പിന്നെ ഉള്ളിൽ കിടക്കുന്ന നിങ്ങളുടെ അനന്തമായ ശക്തിയും കഴിവും സാധ്യതകളും ആണ് പുറത്തേക്ക് വരിക. മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ നിങ്ങൾക്ക് ജീവിത വിജയം നേടാം. ഇതിന് നാം ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിനെ എങ്ങനെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാം എന്നതാണ്. അതിനായി നിങ്ങൾ ആദ്യം നിങ്ങളുടെ അസ്വസ്ഥമായ മനസ്സിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. കാരണം ആ അസ്വസ്ഥതയ്ക്ക് കാരണം ചിലപ്പോൾ ഭാവിയെക്കുറിച്ചുള്ള ഭയം, മറ്റുള്ളവരെക്കുറിച്ചുള്ള ഓർമ്മകൾ, ചിന്തകൾ, ചിലപ്പോൾ പഴയ മോശം അനുഭവങ്ങൾ തുടങ്ങിയവയായിരിക്കാം. ഇത് ഓരോ ദിവസവും കഴിയുന്തോറും നമ്മുടെ ഉള്ളിൽ ആഴത്തിൽ കയറുകയും കൂടുതൽ ദുഃഖത്തിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യും. മനസ്സിൻ്റെ നിയന്ത്രണം ഒരു ദിവസം കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്നതല്ല, പക്ഷേ എത്രയും പെട്ടെന്ന് തന്നെ അതിനെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് എൻ്റെ അനുഭവത്തിൽ കൂടി ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. വർഷങ്ങളായി ഞാൻ അനുഭവിച്ച ആങ്സൈറ്റിയെ ഞാൻ എങ്ങനെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നു എന്ന കാര്യം ഞാൻ ഒരു വീഡിയോ ആയി വൈകാതെ തന്നെ ചെയ്യാം. ഞാൻ ഈ സ്റ്റേജ് കടന്നു വന്ന ആളായതുകൊണ്ട് തന്നെ ഇതിനെ എങ്ങനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാമെന്നും അതിന് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നും വിശദമായി പിന്നീട് പറഞ്ഞു തരുന്നതാണ്. നമുക്ക് പതുക്കെ പതുക്കെ മനസ്സിനെ നിങ്ങളുടെ പരിധിയിലേക്ക് കൊണ്ടുവരാം. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ അസ്വസ്ഥത എന്താണെന്ന് നിരീക്ഷിക്കുക. ആ പ്രശ്നം കണ്ടെത്തിയാൽ, അതിനെ മനസ്സിലാക്കിയാൽ പതുക്കെ അതിൽ നിന്നും എന്താണ് മാർഗം എന്ന് നിങ്ങൾക്ക് തന്നെ ഉത്തരം കിട്ടും. ആ ഉത്തരം പോലെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. കുറച്ച് ദിവസങ്ങൾ വേണ്ടി വന്നേക്കാം, പക്ഷേ മാറ്റം വന്നു തുടങ്ങിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ആ സമയത്ത് പരാജയം നിങ്ങൾക്ക് വിഷമമുണ്ടാക്കില്ല, അതൊരു പാഠമായി മാറും. ഒറ്റപ്പെടൽ വേദനിപ്പിക്കില്ല, അത് നമ്മളെ തിരിച്ചറിയാൻ ഒരു മാർഗമായി മാറും. അത് നിങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കാനും നിരീക്ഷിക്കാനും കുറച്ച് സംസാരിക്കാനും പ്രാപ്തനാക്കും. നിങ്ങൾ ചുറ്റിലും സന്തോഷം കണ്ടു തുടങ്ങും. വിശപ്പില്ലാതെ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ഇരുന്ന നിങ്ങൾക്ക് ഇപ്പോൾ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാൻ കഴിയും. ഇതിൽ നിന്നും മനസ്സിലാക്കാം, നമ്മുടെ സന്തോഷം കെടുത്തുന്നത് നമ്മൾ തന്നെയാണ്. രണ്ടുപേരുടെ സംസാരത്തിനിടയിൽ കയറി ചെന്നാൽ അവർ സംസാരിച്ചത് എന്നെക്കുറിച്ചായിരിക്കുമോ, എന്തായിരിക്കും സംസാരിച്ചത്, അയാളിപ്പോൾ എന്നൊക്കെയായിരിക്കും ചിന്തകൾ. ഇത്തരം ചിന്തകൾ നിങ്ങളെ ഉള്ളിലെ സന്തോഷം കെടുത്തുന്നു. നിങ്ങൾ കുട്ടികളെ കണ്ടിട്ടില്ലേ? അവർക്ക് ഒരു കളിപ്പാട്ടം കിട്ടിയാൽ മതി സന്തോഷിക്കാൻ, കാരണം അവരുടെ മനസ്സ് അസ്വസ്ഥമല്ല. നിങ്ങൾ ആദ്യം നിങ്ങളോട് സ്വയം ചോദിക്കുക, ഞാൻ സന്തോഷവാനാണോ? എന്തുകൊണ്ട് എനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല? ആ കാരണങ്ങൾ ചിലപ്പോൾ കഴിഞ്ഞു പോയ വേദനയാകാം, ഭാവിയെക്കുറിച്ചുള്ള പേടിയാകാം, എന്തു തന്നെയായാലും
നിങ്ങൾ സ്വയം പറഞ്ഞു നോക്കിക്കേ. ഞാൻ കഴിഞ്ഞ കാര്യത്തിൽ വിഷമിച്ചിട്ട് എന്താണ് നേട്ടം? ഞാൻ ഭാവിയെക്കുറിച്ച് ആലോചിച്ചിട്ട് എന്താണ് നേട്ടം? നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ആ ഒരു നിമിഷത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഇതിൽ ഒന്നും ഒരു കാര്യവുമില്ല, എല്ലാം എൻ്റെ അനാവശ്യ ചിന്തയാണ് എന്ന്. മനസ്സിനെ ഒരിക്കലും നിർബന്ധിച്ച് ശാന്തമാക്കാൻ ശ്രമിക്കരുത്. പകരം നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കുക. ശാന്തമായി ഇരുന്ന് ചിന്തകളെ നിരീക്ഷിക്കുക. ശ്വസനത്തിൽ പതുക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പതിയെ ചിന്തകൾ കുറയുന്നത് നിങ്ങൾക്ക് കാണാം. ഇത് നിങ്ങളെ തനിയെ ശാന്തിയിലും സന്തോഷത്തിലും എത്തിക്കാൻ കാരണമാകും. ആദ്യം കുറച്ച് കഠിനമായിരിക്കുമെങ്കിലും പതിയെ നിങ്ങൾക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയും. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്തിയാൽ അതിനനുസരിച്ച് നിങ്ങൾ കൂടുതൽ സന്തോഷം കിട്ടാനുള്ള കാര്യങ്ങൾ പതുക്കെ ചെയ്തു തുടങ്ങും. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ ഉപബോധ മനസ്സിനെ, എത്ര മുറിവേറ്റതും എത്ര അസ്വസ്ഥമായതുമായ മനസ്സിനെ പൂർണ്ണമായും സുഖപ്പെടുത്താൻ കഴിയും. അതിന് നിങ്ങളുടെ ചിന്താരീതി ഒന്ന് മാറ്റിയാൽ മാത്രം മതി. ഭയം, രോഗം തുടങ്ങിയ ചിന്തകൾക്ക് പകരം ആത്മവിശ്വാസം, ധൈര്യം, ആരോഗ്യം തുടങ്ങിയ ചിന്തകൾ എല്ലാ ദിവസവും മനസ്സിലേക്ക് കൊടുക്കുക. സന്തോഷം താനെ പിറകെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. വീണ്ടും കാണാം. ബൈ.